ഒരേ ഒരു അനുഗ്രഹം മാത്രം സമയത്തിന്റെ പരിമിതി കൊണ്ട് പറയാനാണ് ഞാൻ മെനക്കെടുക. എന്തിനാണ് സഹോദരങ്ങളെ അൽഹംദുലില്ലാഹ് പറയാനല്ല പറഞ്ഞത്? പറയാതിരിക്കാൻ കഴിയുമോ? നാവ് ചലിക്കാതിരിക്കാൻ കഴിയുമോ? അല്ലാഹു പറയുകയാണ്, റസൂലുള്ളാഹ് പറയുകയാണ്, വിലമതിക്കാൻ കഴിയാത്ത രണ്ട് അനുഗ്രഹം. പക്ഷെ അതിന്റെ വില നമുക്കാർക്കും ഇതേവരെ ബോധ്യപ്പെട്ടിട്ടില്ല. ആ വിലമതിക്കാൻ കഴിയാത്ത അനുഗ്രഹം ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അസ്സഹത്തു വൽ ഫറാഗ്, അസ്സഹത്തു വൽ ഫറാഗ്. ഒന്ന് അസ്സിഖത്തു, അല്ലാഹു അവന് നൽകിയ ആരോഗ്യമാണ്. വൽ ഫറാഗു, അവന് ഒഴിവ് കിട്ടുന്ന സമയവുമാണ്. ഒന്നാമത്തെ അനേമത്ത് തന്നെ ഞാൻ പറയട്ടെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വിലമതിക്കാൻ കഴിയാത്ത മനുഷ്യൻ അല്ലാഹു നൽകിയ അനുഗ്രഹമാണ് ആരോഗ്യമെന്ന് പറയുക. അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന ആരോഗ്യത്തിന്റെ വില എന്താ? അല്ലാഹു നമുക്കിപ്പോഴും നിവർന്നു നിൽക്കാനും കുനിഞ്ഞു നിൽക്കുവാനും ഇഷ്ടമുള്ളിടത്തേക്ക് നടന്നു ചെല്ലുവാനും അല്ലാഹു എത്രയോ അനുഗ്രഹങ്ങളാണ് നമുക്ക് ചെയ്തു തന്നത്. ആരോഗ്യമെന്ന അനുഗ്രഹത്തെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ. ആരോഗ്യത്തിന്റെ വിലയറിയണമെങ്കിൽ നിങ്ങൾ ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം നിങ്ങളുടെ തൊട്ടടുത്തുള്ള മെഡിക്കൽ കോളേജിന്റെ കാഷ്വാലിറ്റിയിൽ ഒന്ന് ചെന്ന് നോക്കണം. എത്രയോ ആളുകളാണ് ശ്വാസം വിടാൻ കഴിയാതെ, മൂത്രമൊഴിക്കാൻ കഴിയാതെ, വൃക്ക തകരാറിലായി കിടക്കുന്ന രോഗിക്ക് വൃക്ക വേണമെന്ന് രാവിലെ പത്രത്തില് പരസ്യം കാണുമ്പോ ആ സമയത്ത് നിങ്ങൾ അല്ലാഹു നൽകിയ അനുഗ്രഹം ഓർക്കണം. അല്ലാഹു നൽകിയ അനുഗ്രഹത്തിന്റെ വിലയറിയണം. ചെറിയ ഉദാഹരണം മാത്രം ഞാൻ പറയട്ടെ സഹോദരങ്ങളെ. ശരാശരി ആരോഗ്യമുള്ള ഒരു മനുഷ്യന് ആരോഗ്യത്തിന്റെ വില എന്താണ്? ശരാശരി ആരോഗ്യമുള്ള ഒരു മനുഷ്യന് ഒരു ദിവസം 1.5 ലിറ്റർ മൂത്രം അവന്റെ വെളിയിലോട്ട് പോകണമെന്നാണ് വൈദ്യശാസ്ത്രത്തിന്റെ കണക്ക്. ഒരു ദിവസം 24 മണിക്കൂറിന്റെ ഉള്ളിൽ 1.5 ലിറ്റർ മൂത്രം വെളിയിലോട്ട് പോയിരിക്കണം. അങ്ങനെ 1.5 ലിറ്റർ മൂത്രം വെളിയിൽ പോകണമെങ്കിൽ അവന്റെ 2 വൃക്കകളുണ്ട്. നട്ടെല്ലിന്റെ ഇരുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന 11 സെന്റിമീറ്റർ നീളമുള്ള, 8 സെന്റിമീറ്റർ വീതിയുള്ള, 140 ഗ്രാം തൂക്കമുള്ള ഒരു പയർമണിയുടെ ആകൃതിയിലിരിക്കുന്ന വൃക്ക എന്ന് പറയുന്ന അവയവമുണ്ട്. അള്ളാന്റെ അനുഗ്രഹമെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. അള്ളാഹുവിന്റെ വിശുദ്ധനായ പ്രവാചകൻ നമ്മോട് ഓർമ്മിപ്പിച്ചതാ. നട്ടെല്ലിന്റെ ഇരുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന 140 ഗ്രാം തൂക്കമുള്ള, 11 സെന്റിമീറ്റർ നീളമുള്ള, 8 സെന്റിമീറ്റർ വീതിയുള്ള വൃക്ക. ആ വൃക്കയാണല്ലോ രക്തം ശുദ്ധീകരിച്ചിട്ട് മൂത്രത്തെ ഉൽപ്പാദിപ്പിക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 11 സെന്റിമീറ്റർ മാത്രം വലിപ്പമുള്ള വൃക്കക്കുള്ളിൽ അള്ളാഹു 25 ലക്ഷം നെഫ്രോണുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഡിപ്പാർട്ട്മെന്റ് തന്നെ പറയുന്നത് നെഫ്രോളജി എന്നാണ് വൃക്കയുടെ ഡിപ്പാർട്ട്മെന്റിന് ഹോസ്പിറ്റലിൽ പറയുക. കാരണം എന്താ? വൃക്കക്കുള്ളിൽ 25 ലക്ഷം നെഫ്രോണുകളുണ്ട്. ആ 25 ലക്ഷം നെഫ്രോണുകൾ വർക്ക് ചെയ്യണമെങ്കിൽ വൃക്കക്കുള്ളിൽ 120 ലിറ്റർ ഫിൽട്രേറ്റ് ദ്രാവകമുണ്ടാകണം. 120 ലിറ്റർ ഫിൽട്രേറ്റ് ദ്രാവകമുണ്ടാകുമ്പോൾ 120 ലിറ്റർ ഫിൽട്രേറ്റ് ദ്രാവകമുണ്ടാകണമെങ്കിൽ ഒരു മനുഷ്യന്റെ വൃക്കക്കുള്ളിലൂടെ 24 മണിക്കൂറിന്റെ ഉള്ളിൽ 1350 ലിറ്റർ രക്തം ഇങ്ങനെ കറങ്ങി നടന്നാലേ അവന്റെ ശരീരത്തിൽ 1.5 ലിറ്റർ മൂത്രം ഉൽപ്പാദിപ്പിക്കപ്പെടൂ എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദര, അള്ളാനെ മറന്നുപോയ എന്റെ പ്രിയപ്പെട്ട സഹോദര, പെട്രോളിന്റെ ഉച്ചിട്ടം വന്ന് വീട്ടിലോട്ട് കുമിഞ്ഞുകൂടിയപ്പോ, സാമ്പത്തികമായ ഉന്നമനം കിട്ടിയപ്പോ അള്ളാഹ്ക്കൊന്ന് ദിക്ർ പറയാൻ മറന്നുപോയ, അൽഹംദുലില്ലാഹ് എന്ന് നാവ് കൊണ്ടൊന്ന് പറയാൻ മറന്നുപോയ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സമൂഹമേ, നിങ്ങൾ കേൾക്കണം. ഇപ്പോഴും നട്ടെല്ലിന്റെ ഇരുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ 11 സെന്റിമീറ്റർ പോലും വലിപ്പമില്ലാത്ത അവയവത്തിലൂടെ 1350 ലിറ്റർ രക്തം ഇങ്ങനെ കറങ്ങി നടന്നാലേ ശരാശരി മൂത്രം നിന്റെ വെളിയിൽ പോവുകയുള്ളൂ എങ്കിൽ അവിടെയൊന്നുമല്ല പ്രശ്നം. 1350 ലിറ്റർ രക്തം എങ്ങനെയാണ് 24 മണിക്കൂറിന്റെ ഉള്ളിൽ ഈ വൃക്കയിലൂടെ കടന്നു പോകുന്നത്? എങ്ങനെയാ? കാരണം ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ആകെയുള്ള രക്തം എന്ന് പറഞ്ഞാൽ 5 ലിറ്റർ രക്തമേ ഉള്ളൂ. അത് തന്നെ പുരുഷനാണ്. പെണ്ണിനാണെങ്കിൽ 4 ലിറ്റർ രക്തമേ ഉണ്ടാവുകയുള്ളൂ. പെണ്ണിന് 1 ലിറ്റർ രക്തം കുറവാണ്. അതുകൊണ്ടാണ് ആണുങ്ങൾക്ക് രക്തത്തെ
രക്തത്തിളപ്പ് കൂടുതലാണ്, പെണ്ണുങ്ങൾക്ക് രക്തത്തിളപ്പ് കുറവാണ്. കാരണം കുറച്ചേ സാധനമുള്ളൂ. 5 ലിറ്റർ രക്തമുള്ളത് പുരുഷന്റെ ശരീരത്തിലാണ്. ഡോക്ടറോട് ചോദിച്ചു നോക്കുക. ഈ 5 ലിറ്റർ രക്തമാണ് 24 മണിക്കൂറിന്റെ ഉള്ളിൽ 1350 ലിറ്റർ രക്തം കറങ്ങി നടക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ ശരീരത്തിന്റെ മസ്തിഷ്കം മുതൽ ഉച്ചന്തല മുതൽ പെരുവരൽ വരെ നാഡികളിലൂടെ ഞരമ്പുകളിലൂടെ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന രക്തം 24 മണിക്കൂറിന്റെ ഉള്ളിൽ 350 പ്രാവശ്യം ഈ വൃക്കയിൽ കിടന്ന് കറങ്ങിയാല് നിന്റെ 1 ലിറ്റർ മൂത്രം വെളിയിലോട്ട് പോവുകയുള്ളൂ. നിന്റെ വൃക്ക തകരാറിലാകാതിരിക്കുകയുള്ളൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ വീടിന്റെ മുൻഭാഗത്തുള്ള ഒരു പൂന്തോട്ടമെങ്ങാനും വെള്ളം നനക്കാൻ വേണ്ടി 1 മീറ്റർ പോലും വലിപ്പമില്ലാത്ത ഓസുമായിട്ട് വന്നാല് ഒരു ഭാഗത്തെങ്ങാനും ഓസൊന്ന് മടങ്ങിപ്പോയാൽ വെള്ളത്തിന്റെ സർക്കുലേഷൻ അതോടെ തടസ്സമാകുമെങ്കിൽ എന്റെ സദസ്സിന്റെ മുമ്പിലിരിക്കുന്ന എന്റെ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും ഈ മുതുകിന്റെ ഭാഗത്തൊന്ന് കൈവച്ചു നോക്ക്. എന്നിട്ട് കഴിയുമെങ്കിൽ അൽഹംദുലില്ലാഹ് പറഞ്ഞാ മതി. 11 സെന്റിമീറ്റർ മാത്രം വലിപ്പമുള്ള വൃക്കയിലൂടെ 5 ലിറ്റർ രക്തം 350 പ്രാവശ്യം നിൽക്കാത്തതുപോലെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാ. പക്ഷേ ഇതേവരെ ബ്ലഡിന്റെ സർക്കുലേഷൻ ഒരു തടസ്സമില്ല. ആരാണിതിനെ സംവിധാനം ചെയ്തത്? ആരാണ് ഈ രക്തത്തെ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്നത്? നിന്റെ 2 വൃക്ക തകരാറിലാവാട്, നിന്റെ ശരീരത്തിന്റെ രക്തം നിലക്കാട്. എങ്ങാനും തകരാറിലായ ഈ ശരീരം ഇങ്ങനെ വീർക്കാൻ തുടങ്ങും. അവസാനം അത് മാറ്റിവെച്ചാലല്ലാതെ അല്ലാഹു യാതൊരുവിധ ടാക്സും കൊടുക്കാതെ രക്തം ഇങ്ങനെ കറക്കുകയാ. മെഡിക്കൽ കോളേജിൽ ചെന്ന് 1 പ്രാവശ്യം ഡയാലിസിസ് നടത്തണമെങ്കിൽ 5000 രൂപ കെട്ടിവെക്കണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദര, അല്ലാഹു ഖുർആന്റെ ആദ്യം പഠിപ്പിച്ചു തന്നത് ഇതാണ്. ഓരോ നിമിഷവും നീ പറയണേ അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ സർവസ്തുതിയും നിനക്കാണ് തമ്പുരാനെ. ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ഞരമ്പുകൾ മുഴുവനും എടുത്തിട്ട് ഈ മൈക്കിന്റെ കോടുവയറ് പോലെ പരസ്പരം ചേർത്ത് ഒരൊറ്റ വള്ളി പോലെയാക്കി മാറ്റിക്കഴിഞ്ഞാൽ 5 അടി 10 ഇഞ്ച് വലിപ്പമുള്ള ഉയരമുള്ള എന്റെ ശരീരത്തിലെ ഞരമ്പുകൾ മുഴുവനും മുറിച്ചെടുത്തിട്ട് അതെല്ലാം കൂടി ചേർത്ത് വെച്ച് ഒരു വലിയ വള്ളി പോലെ ദീർഘമുള്ളതാക്കിയാൽ ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ഞരമ്പിന് 72 കിലോമീറ്റർ ദൂരം വരുമെന്ന് വൈദ്യശാസ്ത്രം പറയുമ്പോ എന്റെ ശരീരത്തിലെ ഞരമ്പുകൾ എടുത്തിട്ട് കൂട്ടിവെച്ചിട്ട് 72 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്നെ ഞരമ്പിന്റെ ഒരു ഭാഗം കലൂർ പള്ളിയുടെ മുമ്പിൽ കാണുന്ന റോഡിൽ വെച്ചാൽ അതിന്റെ മറ്റേ ഭാഗം 72 കിലോമീറ്റർ അകലെ നമ്മുടെ കലൂർ അബ്ദുറഹീം ഉസ്താദ് ജോലി ചെയ്യുന്ന കായംകുളം ടൗൺ വരെ എന്റെ ഈ ഞരമ്പിന് ദൂരമുണ്ടാകുമെങ്കിൽ എന്റെ 6 അടിയുള്ള ശരീരത്തിന്റെ ഉള്ളിലെ ഞരമ്പെടുത്തിട്ട് നീട്ടിവെച്ചാല് കലൂർ പള്ളിയുടെ മുമ്പിൽ വെച്ചാല് അങ്ങകലെ കായംകുളം വരെ അതിന്റെ നീളമുണ്ടാകുമെങ്കിൽ ഇത്രയേറെ നീളമുള്ള ഞരമ്പുകള് ഒരു റബ്ബർ ബാൻഡ് ചുറ്റിവെച്ചിരിക്കുന്നത് പോലെ, ഒട്ടുപാല് ചുറ്റിവെച്ചിരിക്കുന്നത് പോലെ ഒരു ഈ 6 അടിയുള്ള ശരീരത്തിന്റെ ഉള്ളിൽ ചുറ്റി വെച്ചിട്ട് ഇതേവരെ ബ്ലഡിന്റെ സർക്കുലേഷനൊരു തടസ്സമില്ല. ആരാണിതിനെ സംവിധാനിച്ചത്? ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അല്ലാഹുവിന്റെ മുമ്പിൽ വെച്ച് പറയാതിരിക്കാൻ കഴിയുമോ? അല്ലാഹുവേ സമ്മതിച്ചു റബ്ബേ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവേ വേറെ ഒരനുഗ്രഹവും വേണ്ട. ഈ രക്തമങ്ങാനും ഇങ്ങനെ ഒന്ന് പമ്പ് ചെയ്താല്, ഒരു നേരം എങ്ങാനും ഒന്ന് ബ്ലോക്കായാല്, ലക്ഷങ്ങൾ കൊടുത്താലും മാറ്റിവെക്കാൻ കഴിയില്ലെങ്കിൽ അല്ലാഹു നമുക്ക് ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ എത്രയോ വലുതാണെന്നറിയുമോ? പറയാതിരിക്കാൻ നിനക്ക് കഴിയുമോ? അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ സർവസ്തുതിയും നിനക്കാണ് തമ്പുരാനെ. അല്ലാഹുവേ നിന്നെ സ്തുതിക്കാതെ പറയാൻ കഴിയുമോ? അല്ലാഹുവേ നിന്നെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയുമോ? മമ്പേ നൂറേ ശംസോ ഖമർ യമസ്ദറേ ലുതുഫേ സാമോം സഗർ തുദാവറേ റോസ് മഹ്ശർ ബി തു ഖാലിഖേ റബ്ബ് അക്ബർ ബി തു അജ്മലു ബി തു ബഗ്തർ ബി
അശ്റബു ബി അഫ്ളലു ബി. അല്ലാഹുവേ, ഇതെല്ലാം സങ്കീർണമായി പടച്ചവൻ നീയാണ് തമ്പുരാനെ. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു അല്ലാഹുവേ അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും നിനക്കാണ് തമ്പുരാനെ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇങ്ങനെ ഞങ്ങൾ പറയാൻ വേണ്ടി നിന്നാലേ മോനെ നമ്മുടെ ശരീരമില്ലേ, നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ ഒരു അവയവമുണ്ട്, ഹൃദയം. 300 ഗ്രാം തൂക്കമുള്ള, ഒരു മുഷ്ടിയുടെ, കൈയുടെ മുഷ്ടിയുടെ വലിപ്പമുള്ള, ശരീരത്തിന്റെ വലതുഭാഗത്ത് ഇടഞ്ഞിരിക്കുന്ന ഈ അവയവമാണ് നമ്മുടെ ഹൃദയം. 1 മിനിറ്റിൽ 72 പ്രാവശ്യം ഹൃദയം സ്പന്ദിച്ചുകൊണ്ടിരിക്കണം. 1 മിനിറ്റിൽ 72 പ്രാവശ്യം ഈ ഹൃദയം സ്തംഭിക്കണം, ഈ ഹൃദയം സ്പന്ദിച്ചുകൊണ്ടിരിക്കണം. ഒന്ന് കുറഞ്ഞു പോയാൽ അറ്റാക്കായി. എങ്ങനെയാണ് ഈ ഹൃദയം ഇങ്ങനെ സ്പന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്? ലോകത്തിൽ ഏറ്റവും ജനിച്ചു കഴിഞ്ഞ 4ാമത്തെ മാസം റൂഹൂതിയത് മുതൽ മരണം വരെ ഒരു വിശ്രമവുമില്ലാതെ സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ അവയവം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ, നമ്മുടെ ഹൃദയമാണ്. ഇത്രയേറെ വർക്ക് ചെയ്യുന്നു. വീട്ടിലൊരു മോട്ടോർ വാങ്ങിച്ചാൽ എത്ര നാൾ കറങ്ങും? കുറച്ചു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഓയിലെങ്കിലും മാറ്റി കൊടുക്കണ്ടേ? നിന്റെ ശരീരത്തിൽ റൂഹൂതി 4ാം മാസത്തിൽ മലക്ക് വന്ന് റൂഹൂതിയത് മുതൽ മരിക്കുന്നത് വരെ ഇടപെടവില്ലാതെ സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ അവയവം എന്താന്ന് വെച്ചാൽ ഒറ്റ മറുപടി ഉള്ളൂ, അത് ഹൃദയമാണ്. 72ൽ 1 കുറഞ്ഞു പോയാൽ നമ്മൾ പറയും അറ്റാക്കായിരുന്നു. ഈ ശരീരം മാത്രം മതി അള്ളാഹനെ മനസ്സിലാക്കാൻ. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബ. അൽഹംദുലില്ലാഹ് എന്ന് പറയാതിരിക്കാൻ പറ്റുമോ? 10 ഗ്യാലൻ വെള്ളവും 7 ബാർ സോപ്പുകൾ നിർമ്മിക്കാൻ ആവശ്യമുള്ള കൊഴുപ്പും, ഒരു കോഴിക്കോട് വെള്ളയടിക്കാൻ ആവശ്യമുള്ള ചുണ്ണാമ്പും, 2200 തീപ്പെട്ടിക്കോലുകൾക്കുള്ള ഫോസ്ഫറസും, ഒരു സാമാന്യം വലിയ ആണിയിലുള്ളത്ര ഇരുമ്പും, ഒരൽപ്പം മഗ്നീഷ്യവും സൾഫറും ശരിയായ അനുപാതത്തിൽ കൂട്ടിക്കുടച്ചിട്ട് ഒരു മനുഷ്യന്റെ ശരീരം ഉണ്ടാക്കിയെന്ന് കരുതുക. ആർക്കെങ്കിലും കഴിയുമെങ്കിൽ തന്നെ കണ്ണുകളുള്ള, കാലുകളുള്ള, മൂക്കുകളുള്ള, തലമുടിയുള്ള, തലയുള്ള, കാലുള്ള എല്ലാ അവയവങ്ങളുമുള്ള ഒരു മനുഷ്യനെ സൃഷ്ടിക്കാം. പക്ഷേ ആ മനുഷ്യന്റെ കണ്ണിന്റെ പീലിയൊന്നനങ്ങാൻ, അവന്റെ കണ്ണൊന്ന് ഇമവെട്ടാൻ, അവന്റെ കൈവിരലുകളൊന്ന് ചലിക്കുവാൻ, അവന്റെ കാൽവിരലുകളൊന്ന് ചലിക്കുവാൻ ആ ശരീരത്തിലൊരു റൂഹ് വേണ്ടേ? ആ ശരീരത്തിലൊരു ആത്മാവ് വേണ്ടേ? ആർക്കാണ് അതിനെ കൊടുക്കാൻ കഴിയുക? ആർക്കാണ് ഈ ശരീരത്തിലൊരു റൂഹിനെ ഊതാൻ കഴിയുക? അള്ളാഹു തന്നെ പറഞ്ഞു, നബിയെ പറഞ്ഞു കൊടുക്കുക. വയസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ. ഓ നബിയെ പറഞ്ഞു കൊടുക്കുക, അവർ വന്ന് റൂഹിനെ കുറിച്ച് അങ്ങയോട് ചോദിച്ചാൽ പറയുക, ഖുലിർ റൂഹു മിൻ അംരി റബ്ബി. റൂഹെന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് മാത്രം കഴിയുന്നതാണെന്ന് പറയ് നബിയേ. റൂഹിനെ ഊതാൻ ആർക്കും കഴിയില്ല. ചുരുക്കത്തിൽ ഈ ശരീരം തന്നെ കാണുമ്പോ അള്ളാഹിനോട് പറയണം, അല്ലാഹുവേ അൽഹംദുലില്ലാഹ് എന്ന് പറയണം. പറഞ്ഞല്ലേ പറ്റൂ. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരിക്കൽ സഹാബത്തിനോട് പറഞ്ഞു, ഇന്നലിൽ ഇൻസാനി 360 മഫ്സലാ. ഒരു മനുഷ്യ ശരീരത്തിൽ 360 ജോയിന്റുകളുണ്ട്. ആദരവായ പ്രവാചകൻ പറയുന്നു, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു സർവകലാശാലയുടെ ബിരുദം നേടിയില്ലാത്ത, ഒരു പള്ളിക്കൂടത്തിന്റെ പടിവാതിൽ കണ്ടിട്ടില്ലാത്ത, ഒരു ഗുരുമുഖത്ത് പോയി വിദ്യ നുകർന്നിട്ടില്ലാത്ത, അന്നബിയിൽ ഉമ്മിയി നിരക്ഷരനായ പ്രവാചകൻ അർണോൾഡ് ജോസഫ് ടോയൻബിയുടെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ, ദ ഇല്ലിറ്റേറ്റ് പ്രോഫറ്റ് ഓഫ് അറേബ്യ, അറേബ്യയുടെ നിരക്ഷരനായ പ്രവാചകന് ഒരു ശസ്ത്രക്രിയ ചെയ്യാതെ, ഒരു സ്കാനിങ് നടത്താതെ ലോകത്തിന്റെ മുത്ത് തന്റെ അനുയായികളോട് പറയുകയാണ്, സഹാബാക്കളെ, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ 360 ജോയിന്റുകളുണ്ട്. ആരാണ് പറയുന്നതെന്നറിയുമോ? നബിയുൽ ഹറമൈൻ സയ്യിദുൽ കൗനൈൻ വസീലത്തുനാ ഫിദ്ദാറൈൻ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. അള്ളാന്റെ പ്രവാചകൻ പറഞ്ഞു 360 ജോയിന്റുകളുണ്ട് മനുഷ്യ ശരീരത്തില്. ഇപ്പൊ തന്നെ നോക്കി, ഒരു കയ്യിൽ എത്ര ജോയിന്റ് ഉണ്ട്? കൈയുടെ ഇതിനെന്താ പറയണേ?
ആരാണ് ഇങ്ങനെ തീരുമാനിച്ചത്? ഖുർആൻ നോക്കുക. അല്ലാഹു പറയുന്നു സൂറത്തുർ റൂമിൽ കാണാം, മിന്നായാതിഹി ഖൽഖുസ് സമാവാതി വൽ അർദ്. അല്ലാഹുവിന്റെ വലിയ ദിട്ടാന്തമാണ് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്. വഖ്തിലാഫു അൽസിനതിക്കും, നിങ്ങളുടെ ഭാഷയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ. വഅൽവാനിക്കും, നിങ്ങളുടെ നിറങ്ങളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ. സൂറത്തുർ റൂം അല്ലാഹു പറയാണ്, ഖുർആൻ പറയാത്ത എന്താ ഉള്ളത്? അപ്പൊ ഞാൻ പറഞ്ഞു എന്താണ്? കുഴ. ഒരു കൈയിന് തന്നെ എത്ര ജോയിന്റാണ്? ഞാൻ സംസാരിക്കുമ്പോ ഏതൊക്കെ കൈയുടെ എത്ര ജോയിന്റുകൾ അടങ്ങുന്നോണ്ടാണ് സംസാരിക്കാൻ പറ്റുന്നത്? 4 ഗ്രാം തൂക്കമുള്ള ഒരു ഉണക്കമുന്തിരിയുടെ മാത്രം വലിപ്പമുള്ള ഒരു സാധനം മസ്തിഷ്കത്തിന്റെ താഴെ ഇരിപ്പുണ്ട്. അതാണ് വെള്ളം കുടിക്കാൻ നേരത്ത് ദാഹം തോന്നിപ്പിക്കുന്നതും ഊഷ്മാവ് വർദ്ധിപ്പിക്കുന്നതും ശരീരത്തിന് ചൂട് കൂടുമ്പോൾ തണുക്കാൻ വേണ്ടി ശരീരത്തോട് പറയുന്ന റിമോട്ട് കൺട്രോളാണ്. ഈ തലച്ചോറിന്റെ താഴെയാണ്, അപ്പർ സെറിബ്രത്തിന്റെ താഴെയാണ് അല്ലാഹു വെച്ചിരിക്കുന്നത്. 4 ഗ്രാം തൂക്കമുള്ള ഒരു ഉണക്കമുന്തിരിയുടെ വലിപ്പമുള്ള നമ്മുടെ റിമോട്ടിന്. 100 ചാനലുള്ള ടിവിയുടെ റിമോട്ട് മാറ്റം നമുക്ക് എത്ര വേണം? അള്ളാടെ റിമോട്ടിനെ കുറിച്ച് പഠിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ. അപ്പൊ ഞാൻ പറഞ്ഞത്, വയറ് വല്ലാതെ ചൂടായി നിൽക്കുകയാണ്. ഒരു തുള്ളി വെള്ളം കുടിക്കാൻ വേണ്ടി പരവശനായി വല്ലാതെ വയറ് വല്ലാതെ ചൂടാവുകയാണ്. അല്ലാഹുവേ, ഒരു തുള്ളി വെള്ളം കിട്ടിയിരുന്നെങ്കിൽ, വയറിന്റെ ചൂടൊന്ന് ശമിച്ചിരുന്നെങ്കിൽ. ആ സമയത്ത് അല്ലാഹു പറയുന്നു, നിനക്ക് കുടിക്കാൻ ഞാൻ തരുന്നത് എന്തെന്നറിയുമോ? എപ്പോഴും സ്ഫോടക ശേഷിയുള്ള ഹൈഡ്രജന്റെ 2 തന്മാത്ര കത്താൻ ഉപയോഗിക്കുന്ന മറ്റൊരു സാധനം. തീപ്പെട്ടിയും പെട്രോളും ഒരേ സ്ഥലത്തിരിക്കുകയാണ്. കത്താൻ എപ്പോഴും സാധ്യതയുണ്ട്. അല്ലാഹു പറയുന്ന കത്തിജ്വലിക്കുന്ന സാധനം നിന്റെ വയറ്റിലോട്ടിറങ്ങുമ്പോ നിന്റെ കത്തല് മാറുകയാണ്. അള്ളാനോട് നീ പറയണ്ടേ, അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും നിനക്കാണ് തമ്പുരാനെ. അല്ലദീ ജഅലൽ മാഅ അദ്ബന ഫുറാത്താ. നബി തങ്ങൾ പറഞ്ഞു, വെള്ളം കുടിച്ചാൽ നീ ഇത് പറഞ്ഞിരിക്കണം, ഇല്ലെങ്കിൽ നീ മുഅ്മിനല്ല. അല്ലാഹുവേ, ഈ കത്തിച്ചൊലിക്കുന്ന സാധനം കൊണ്ട് എന്റെ വയറ്റിന്റെ കത്തല് മാറ്റിയ തമ്പുരാനെ, എങ്ങനെയാണ് ബിറഹ്മതിഹി, നിന്റെ കാരുണ്യം കൊണ്ട്. അല്ലാഹുവേ, നിന്റെ കാരുണ്യം കൊണ്ട്. അല്ലാഹുവേ, നിന്റെ കാരുണ്യം കൊണ്ട്. അല്ലാഹുവേ, എന്റെ വയസ്സിന്റെ എല്ലാ കത്തലും നീ മാറ്റിത്തന്നു തമ്പുരാനെ എന്നല്ലാഹുവോട് നീ പറയണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് റസൂലുള്ളാഹ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ പറയുന്നത് മറ്റൊന്നുമല്ല. നീ തുമ്മിയാൽ അൽഹംദുലില്ലാ പറയണം, നീ വെള്ളം കുടിച്ചാൽ അൽഹംദുലില്ലാ പറയണം. വേണ്ട, മഴത്തുള്ളി പെയ്യുന്നത് കാണുമ്പോ അല്ലാഹുവോട് നീ പറയണം അൽഹംദുലില്ലാ. അല്ലാഹു പറയുന്ന ഖുർആന്റെ ഒരു ആയത്ത് കേൾക്കുക. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനതയെ നശിപ്പിച്ച കാര്യം പറഞ്ഞിട്ട് അല്ലാഹു പറയുകയാണ്, വഅംദറനാ അലൈഹിം മതറാ. ലൂത്ത് നബിയുടെ സമൂഹത്തെ ആകാശത്ത് നിന്നും മഴ പെയ്യിപ്പിച്ചിട്ടാണ് ഞാൻ തകർത്ത് കളഞ്ഞത്. ഫസാഅ മതറുൽ മുൻദരീർ. അല്ലാഹു ശിക്ഷയായിട്ട് മഴയിറക്കിയാൽ അത് നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളണേ. മഴ നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നത് പോലെ മഴ അല്ലാഹു നിങ്ങൾക്ക് ഉപദ്രവം